ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള നീളത്തിന് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 3 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരേക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം കടുകും 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡിയായി കഴിയും. നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.